നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 139ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നാടക നടിയും ചലച്ചിത്ര നടിയുമായ ശ്രീമതി കോഴിക്കോട് ശാന്താദേവിയെക്കുറിച്ചിട്ടാണ്. അഭിനയത്തിനുള്ള സഹനടിക്കുള്ള ദേശീയ അവാർഡ് വരെ ലഭിച്ച ഒരു വലിയൊരു കലാകാരി. അവരെ ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതുമൊക്കെ ഹൃദയത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ്. ഒരു റോസാപുഷ്പം പോലെ നൈർമല്യമുള്ള സ്നേഹധനയായ ഒരമ്മ. ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ അവരുടെ ഭാവവും അവരുടെ അഭിനയവും നമ്മളെ അത്ഭുതപ്പെടുത്തും. ആ ചിത്രത്തിൽ ശക്തമായൊരു കഥാപാത്രത്തെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. വേഷപ്പകർച്ച എന്ന് പറയുന്നത് എന്താണെന്നറിയണമെങ്കിൽ അവർ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ പ്രകടിപ്പിക്കുന്ന ഡയലോഗുകളും ആക്ഷനുകളുമൊക്കെ നമ്മൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ക്യാമറയുടെ മുന്നിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ അവർ ശാന്താദേവിയായി മാറുമ്പോൾ, അവർ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ കഥാപാത്രമായി മാറുന്നു. ഏകദേശം 400 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നല്ല ചലച്ചിത്ര നടി. ആ ഒരു പടത്തിൻ്റെ സെറ്റിൽ വെച്ച് മാത്രമേ ഞാൻ പരിചയപ്പെടുകയും സംസാരിക്കുകയും ഉണ്ടായിട്ടുള്ളൂ. ജീവിതാനുഭവങ്ങളും സിനിമാനുഭവങ്ങളും ഒരു നാവിൽ തന്നെ ഒരു 10 പ്രാവശ്യം മോനെ 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 എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ അഭിനയിച്ച് നന്നായോ, ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട്, ഞാൻ ആ കഥാപാത്രമായി മാറിയോ എന്നൊക്കെ അറിയാനുള്ള ജിജ്ഞാസയുള്ളൊരു വലിയ നടി. 400ഓളം ചിത്രങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ. അവരുടെ ജീവിതം തന്നെ അഭിനയത്തിൽ ലയിച്ചു ചേർന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പാഴ്വാക്കുകളും വെറും വാക്കുകളും പറയുകയല്ല, ഒരു കഥാപാത്രമായി അവർ മാറുമ്പോൾ അവർ എത്രമാത്രം അതിനെ ഉൾക്കൊള്ളുന്നു, എത്രമാത്രം ഉൾക്കൊണ്ടു എന്നറിയണമെങ്കിൽ അവരുടെ അഭിനയ മികവ് ഉള്ള ഒരുപാട് ചിത്രങ്ങൾ ഉണ്ട്. അതിപ്പോഴും എൻ്റെ മനസ്സിൽ